ഗൗതം കൃഷ്ണയ്ക്കായുള്ള തിരച്ചിൽ കൊല്ലം നീണ്ടകരയിൽ മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് കാണാതായ ഗൗതം കൃഷ്ണയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിലിന് ഇപ്പോൾ നേവിയും രംഗത്തെത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്നത്. മാത്രമല്ല, ഇന്ത്യൻ നേവിയുടെ പ്രത്യേക ഹെലികോപ്റ്റർ ഇന്ന് കടലിൽ തിരച്ചിൽ നടത്തും. തിരച്ചിൽ ഊർജിതമാക്കാൻ നേവിയുടെ സ്കൂബ സംഘവും എത്തുന്നുണ്ട്. നേവി സംഘത്തിനായുള്ള പ്രത്യേക ഹെലിപ്പാഡ് നിർമ്മാണം കൊല്ലം അമൃത വിശ്വവിദ്യാപീഠം ക്യാമ്പസിൽ പുരോഗമിക്കുകയാണ്. ഇവരുമായി കൊല്ലത്തും സുധീഷ് ചേരുകയാണ്. സുധീഷ്, അമൃത വിശ്വവിദ്യാപീഠം ക്യാമ്പസിൽ ഈ പറഞ്ഞതുപോലെ നേവിയുടെ ഒരു ഇടപെടൽ കൂടി ഗൗതം കൃഷ്ണയ്ക്കായുള്ള തിരച്ചിൽ വരുന്നതോടുകൂടി നടക്കുക. നേവിക്കായി അതിന് അവരുടെ ചോപ്പറൊക്കെ ലാൻഡ് ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ ക്യാമ്പസിൽ നടത്തുന്നു. മാത്രമല്ല, ഇതിപ്പോൾ 10ാം ദിവസമാണ്. ഇന്നിപ്പോൾ ഈ ഒരു തിരച്ചിലെ ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ്? കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള അതൃപ്തിയടക്കം ഈ സ്കൂബ ടീം എത്തിയതിൽ വൈകിയതിലുൾപ്പെടെ ഈ ഗൗതം കൃഷ്ണയുടെ ബന്ധുക്കളുടെ അടുത്തുനിന്നും ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഒരു വിവരങ്ങൾ. നാവികസേനയും കോസ്റ്റ് ഗാർഡും സംയുക്ത തെരച്ചിൽ തുടങ്ങുന്നതിനാണ് ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് തെരച്ചിൽ ഊർജിതമല്ല, തെരച്ചിലുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലൊക്കെ തന്നെ പ്രതിഷേധം ബന്ധുക്കളും ഒപ്പം തന്നെ ഗൗതം കൃഷ്ണയുടെ അമ്മയും ഒക്കെ അറിയിക്കുകയുണ്ടായി. ഈ ഒരു കാര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ നാവികസേനയുടെ പ്രത്യേക ഹെലികോപ്റ്ററും ഒപ്പം തന്നെ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരും സ്കൂബ ടീമും ഉൾപ്പെടെയുള്ള സംഘം ഇതിനായുള്ള തെരച്ചിൽ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. ഈ നാവികസേനയുടെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്നതിനുള്ള പ്രത്യേക ഹെലിപാഡ് നിർമ്മാണമാണ് കൊല്ലം അമൃത വിശ്വവിദ്യാപീഠം ക്യാമ്പസിൽ പൂർത്തിയായി വരുന്നത്. ഈ ഹെലിപാഡ് നിർമ്മിച്ച് ഇവിടെ ഹെലികോപ്റ്റർ ഇറങ്ങിയതിനു ശേഷം ഇടയ്ക്ക് ഈ ഹെലികോപ്റ്റർ പറക്കുന്നതിന് ആവശ്യമായ ഇന്ധനങ്ങളും മറ്റുമൊക്കെ നിറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സൗകര്യം കൂടിയായിരിക്കും ഈ പ്രത്യേക ഹെലിപാഡ് നിർമ്മാണത്തിലൂടെ അല്ലെങ്കിൽ ഈ ഒരു പ്രദേശത്ത് കേന്ദ്രീകരിക്കുക. തുടർന്ന് ഇവിടെ നിന്നും ഹെലികോപ്റ്റർ ഈ നീണ്ടകര മുതലുള്ള അഴീക്കൽ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേക നിരീക്ഷണ പറക്കൽ നടക്കും. ഒപ്പം തന്നെ ഇതിനോടനുബന്ധിച്ച് കോസ്റ്റ് ഗാർഡിന്റെ മുങ്ങൽ വിദഗ്ധരും ഒക്കെ ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തെരച്ചിലിന് മുന്നിട്ടിറങ്ങാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേക ഒരു ആവശ്യപ്രകാരം അമൃത വിശ്വവിദ്യാപീഠം ഇതിനായുള്ള ഒരു തയ്യാറെടുപ്പുകൾ ഇപ്പോൾ അമൃത വിശ്വവിദ്യാപീഠം ക്യാമ്പസ് ഗ്രൗണ്ടിൽ പൂർത്തിയാക്കി വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. ഈ അമ്മയുടെയും ഒപ്പം തന്നെ ബന്ധുക്കളുടെ ഒക്കെ തന്നെ പ്രതിഷേധം വളരെ ശക്തമായിരുന്നു. ഈ ഒരു ശക്തമായ പ്രതിഷേധത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നടത്തിയ തിരച്ചിൽ ഊർജിതമല്ല, തിരച്ചിൽ ശക്തമല്ല എന്ന ആവശ്യം കൂടി മുൻനിർത്തിക്കൊണ്ടാണ് പ്രിയപ്പെട്ടവരെയൊക്കെ നഷ്ടപ്പെട്ട അമ്മയുടെ ആ വിലാപം നമ്മൾ കണ്ടതാണ്. ഈ പറഞ്ഞതുപോലെ സർക്കാർ സംവിധാനങ്ങൾ വേണ്ട രീതിയിൽ തിരച്ചിൽ നടത്തുന്നില്ല എന്ന് തന്നെയാണ് ഏറ്റവും വലിയ രീതിയിൽ പരാതി വരുന്നത്. നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഒക്കെ പരാതി വരുന്നത്. എന്തായാലും ഇപ്പോൾ നേവിയും കൂടി, സ്കൂബയ്ക്കൊപ്പം നേവിയും കൂടി ഹെലികോപ്റ്ററിൽ നേവിയുടെ സ്കൂബ സംഘവും ഈ തിരച്ചിലിന്റെ ഭാഗമായാണ് എത്തുന്നുണ്ട്. പ്രത്യേക ഹെലിപ്പാഡ് കൊല്ലം അമൃത വിശ്വവിദ്യാപീഠം ക്യാമ്പസ് ഗ്രൗണ്ടിൽ പുരോഗമിക്കുന്നു. സുധീഷാണ് വിവരങ്ങൾ നൽകിയത്.